നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് സെപ്റ്റംബർ 18 ബുധൻ 2024 വാർത്തകളിലേക്ക്. സന്ദേശങ്ങൾ കൈമാറാനായി കൊണ്ടു നടക്കുന്ന ആയിരക്കണക്കിന് ഇലക്ട്രോണിക്സ് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് കിഴക്കൻ ലെബനനിൽ ഒരു പെൺകുട്ടിയടക്കം 9 പേർ കൊല്ലപ്പെടുകയും 2750 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സായുധ സംഘമായ ഹിസ്ബുള്ളയിലെ അംഗങ്ങൾ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3:30 സംഭവം. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നും ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രോണിക്സ് ആക്രമണം നടന്നതെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള പ്രതികരിച്ചു. ഹിസ്ബുള്ളയുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ശൃംഖലയിലേക്ക് കടന്നുകയറിയാണ് ഇസ്രായേൽ സ്ഫോടനം സാധ്യമാക്കിയെന്ന് ലെബനീസ് സുരക്ഷാ ഏജൻസിയിലെ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ലഫ്റ്റനന്റ് ഗവർണർ നേരിൽ കണ്ട് അദ്ദേഹം രാജിക്കത്ത് നൽകി. ഒപ്പമുണ്ടായിരുന്ന അതിഷി മർലേന പുതിയ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. 2 ദിവസത്തിനു ശേഷം ദില്ലിയിൽ AAP ബഹുജന റാലി നടത്താനും തീരുമാനിച്ചിട്ടുമുണ്ട്. ദില്ലിയിൽ ഇന്നലെ രാവിലെ ചേർന്ന MLA-മാരുടെ നിർണായ യോഗത്തിലാണ് അതിഷി മർലേനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുമെന്ന പ്രമേയം കെജ്രിവാളാണ് യോഗത്തിൽ അവതരിപ്പിച്ചത്. MLA-മാരുടെ യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിഷി മർലേനയെ മുഖ്യമന്ത്രി ആം ആദ്മി നേതാവ് ഗോപാൽ റായ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിന്മേൽ സമ്മർദ്ദം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ. കണക്കുകൾ തയ്യാറാക്കിയതിൽ വീഴ്ച പറ്റിയെന്നും യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടണമെന്നും കോൺഗ്രസും ദുരന്തത്തെ അഴിമതിക്കുള്ള അവസരമാക്കി മാറ്റിയതിന്റെ തെളിവാണ് പുറത്തുവന്നതെന്ന് BJPയും നിശിതമായി വിമർശിച്ചു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്നുള്ള ദുഃഖത്തിന് പിന്നിലെ ഓസ്ട്രേലിയൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുടുംബസമേതം യാത്രയായി. ഇടത് അനുകൂല പ്രവാസ സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനാണ് CPM സംസ്ഥാന സെക്രട്ടറി ഓസ്ട്രേലിയയിലേക്ക് പോയത്. KPC പ്രസിഡന്റ് K. സുധാകരൻ MPയുടെ X അക്കൗണ്ട് ഹാക്ക് ചെയ്തു. ഹാക്ക് ചെയ്യപ്പെട്ട പേജിന്റെ പാസ്വേഡ് ഉൾപ്പെടെ അജ്ഞാതർ മാറ്റിയതിനാൽ പേജ് നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച് തങ്ങളുടെ അധികാരം കവർന്നെടുക്കുമെന്ന് ആരോപിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ദേവസ്വം ബോർഡിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതി തേടി. ലൈംഗികാത്മക കേസിൽ സംവിധായകൻ VK പ്രകാശിന്റെ മൊഴിയെടുത്തു. യുവ കഥാകൃത്തിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ VK പ്രകാശിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. 2 ദിവസം കൂടി മൊഴിയെടുപ്പ് തുടരും. ഓണാഘോഷത്തിന് സമാനമായി ഇന്ന് തൃശ്ശൂരിൽ പുലിക്കളി. 7 ദേശങ്ങളിൽ നിന്നുള്ള പുലികളി സംഘങ്ങളിലെ 300 പുലികൾ പട്ടണം കൈയടക്കും. വൈകിട്ട് 5 സുരായ റൗണ്ടിലെ നായ്ക്കനാൽ ജംഗ്ഷനിലെത്തുന്ന പാട്ടുരയ്ക്കാൻ ദേശത്തിന്റെ വരവോടെ പുലികളിക്ക് തുടക്കമാകും. യുവജന സംഘം വിയൂർ ദേശം, സീതാറാം മിൽ ദേശം, ശങ്കരകുളങ്ങര ദേശം, ചക്കാമുക്ക് ദേശം, കാനാട്ടുകര ദേശം എന്നീ സംഘങ്ങൾ പിന്നാലെയെത്തും. ഒരു പുലികളി സംഘത്തിൽ 35 മുതൽ 51 വരെ പുലികളുണ്ടാവും. ഒരു നിശ്ചിത ദൃശ്യവും ഒരു പുലി വണ്ടിയും ഉണ്ടാകും. പുലികളി രാത്രി 10 മണിവരെ നീളും. ചെങ്ങന്നൂർ ഇറപ്പുഴ ചതയം ജലോത്സവത്തിനിടെ പള്ളിയോടങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മുതവഴി കൊടിയാട്ടുകര പള്ളിയോടങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇതോടെ ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരം ഉപേക്ഷിക്കുകയും ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിങ്കലിൽ മണ്ണിടിച്ച് വീണ് അപകടം. മണ്ണിടിയിൽ കുടുങ്ങിയ ആളെ 1 മണിക്കൂറിലോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനുള്ളിൽ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു. നെയ്യാറ്റിങ്കര ആലത്തൂർ സ്വദേശി ഷൈലാണ് മണ്ണിടിയിൽ കുടുങ്ങിയത്. ഉച്ചയ്ക്ക് 2:00ഓടെയാണ് തൊഴിലാളിയെ മണ്ണിൽ നിന്ന് പുറത്തെടുത്തത്. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിപ്പ ബാധിച്ച യുവാവ് മരിച്ചതിനെ തുടർന്ന് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഹൈറിസ്ക് ഗണത്തിൽ ഉൾപ്പെടെ 3 പേരുടെയും സ്രവ പരിശോധന ഫലങ്ങൾ നെഗറ്റീവായി. പക്ഷേ സമ്പർക്ക പട്ടികകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. ഇന്നലത്തെ കണക്ക് പ്രകാരം 255 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തി. രോഗബാധയെ തുടർന്ന് മേഖലയിൽ ശക്തമായ നിരീക്ഷണം നടക്കുന്നതുകൊണ്ടാണ് ഈ വർധനവെന്നും ആശങ്കപ്പെടാനില്ലെന്നും ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ സംസ്ഥാന പാതയിൽ 10 ദിവസം ഗതാഗതം നിരോധിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലം മുതൽ പ്രസ് ക്ലബ്ബ് ജംഗ്ഷൻ വരെയാണ് ഗതാഗതം നിരോധിച്ചത്. റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾക്കായാണ് ഗതാഗതം നിരോധിച്ചതെന്ന് പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കേരളത്തിലെ ജനശതാബ്ദി എക്സ്പ്രസിൽ യാത്ര കൂടുതൽ സുഖപ്രദമാക്കുന്ന LHB കോച്ചുകൾ വരുന്നു. കേരളത്തിലോടുന്ന 2 ജനശതാബ്ദികളും ഈ മാസം തന്നെ LHB കോച്ചുകളിലേക്ക് മാറുമെന്ന് ദക്ഷിണ റെയിൽവേയും അറിയിച്ചു. തലച്ചോറിലെ അണുബാധയെ തുടർന്ന് 17കാരി മരിച്ചു. കാസർഗോഡ് മേൽപ്പറമ്പ് ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി NM വൈഷ്ണവിയാണ് മരിച്ചത്. കർണാടകയിലെ ഗുണ്ടൽപേട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളികളായ ദമ്പതികളും മകളും മരിച്ചു. വയനാട് പൂതാടി സ്വദേശി തനേഷ്, ഭാര്യ അഞ്ജു, 6 വയസ്സുകാരൻ മകൻ ഇഷാൻ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ലോറിയിടിച്ചാണ് അപകടം ഉണ്ടായത്.
കണ്ണൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചെങ്കിലും ആളപായമില്ല. ഡ്രൈവറും കാഴ്ച പരിമിതിയുള്ള യാത്രക്കാരനും രക്ഷപ്പെട്ടു. താണ ട്രാഫിക് സിഗ്നലിന് സമീപമാണ് കാർ കത്തിയത്. ഫയർഫോഴ്സ് എത്തി തീയണക്കിച്ചു. സഹോദരിയുടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനെത്തിയ 55കാരന് തിളച്ച പായസൽ വീണ് പൊള്ളലേറ്റ് മൂലമറ്റം ലക്ഷം വീട് കോളനി പോട്ടേപ്പറമ്പിൽ അജിക്കാണ് 60 ശതമാനത്തിലേറെ പൊള്ളലേറ്റ്. തിരുവോണ നാളിൽ പകൽ 12ഓടെ വണ്ണപ്പുറം കമ്പകാനത്താണ് സംഭവം. വിവാഹ ചടങ്ങ് ചിത്രീകരണം എത്തിയ ഫോട്ടോഗ്രാഫർക്ക് ഇടുക്കി മാങ്കുളത്ത് ക്രൂരമർദ്ദനം. താമസ സൗകര്യത്തിൽ അസൗകര്യം അറിയിച്ചതിന് പിന്നാലെയാണ് വധുവിന്റെ ബന്ധുക്കളുടെ മർദ്ദനമെന്ന് പറയുന്നത്. മൂവാറ്റുപുഴ സ്വദേശി ജെറിനാണ് മർദ്ദനമേറ്റ്. പരാതിയിൽ വധുവിന്റെ ബന്ധുവായ യദുവിനെതിരെയും കണ്ടാലറിയുന്ന മറ്റൊരാൾക്കെതിരെയും മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ജനസംഖ്യാ കണക്കെടുപ്പുള്ള സെൻസസ് ബാധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാവുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. COVID-19 വ്യാപനം മൂലം അവതാളത്തിലായ സെൻസസിനെ സംബന്ധിച്ചുയർന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കൊൽക്കത്ത പോലീസ് കമ്മീഷണറായി മനോജ് കുമാർ വർമ്മയെ നിയമിച്ചു പശ്ചിമ ബംഗാൾ സർക്കാർ. വിവിധ സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ രാജിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. ഇത്തരം പൊളിക്കലുകൾ നിർത്തിവെച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലെന്ന് തുറന്നടിച്ച സുപ്രീംകോടതി ഒക്ടോബർ 1 വരെ ഇത്തരം നടപടികൾ നിർത്തിവെക്കാനും ഉത്തരവിട്ടു. ഒരു പതിറ്റാണ്ടിനു ശേഷം ജമ്മു കാശ്മീർ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇന്ന് പോളിംഗ് ബൂത്തിലെത്തും. ആദ്യഘട്ടത്തിലെ 24 മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് ഇന്ന് രാവിലെ 7-ന് തുടങ്ങും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വസതിയിലെ ഗണപതി പൂജയിൽ പങ്കെടുത്തതിന് ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചിലരെ അസ്വസ്ഥരാക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവരാണ് തന്റെ പൂജയെ എതിർക്കുന്നതെന്നും പ്രധാനമന്ത്രി ഒഡീഷയിൽ നടന്ന യോഗത്തിൽ കുറ്റപ്പെടുത്തി. ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കിയിൽ മുത്തമിട്ട് ഇന്ത്യ. ഫൈനലിൽ ചൈനയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത്. ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. ആഗസ്റ്റിലെ കയറ്റുമതി മതി കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് മങ്ങൽ. ആഗോള ഡിമാൻഡ് കുറഞ്ഞതിനാൽ കയറ്റുമതി 9.3% ഇടിഞ്ഞ് $3,470 കോടി ആയി. കുട്ടന്റെ ഷിനിഗാമി എന്ന ചിത്രം സെപ്റ്റംബർ 20 പ്രദർശനത്തും. ഹ്യൂമർ, ഫാന്റസി, ഇൻവെസ്റ്റിഗേഷനുകൾ ഉൾപ്പെടുന്ന ചിത്രമാണ്. തികച്ചും വ്യത്യസ്തമായ പ്രമേയമാണ്. സംവിധാനം റഷീദ് പാറക്കൽ ഇത്തവണ എത്തുന്നത്. രൺബീർ കപൂർ, ആലിയ ഭട്ട്, വിക്കി കൗശൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സഞ്ജയ് ലീല ബെൻസാലി നിർമ്മിക്കുന്ന ഇതിഹാസ കഥയായ ലവ് ആൻഡ് വാർ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.